സംസ്ഥാനത്തെ 23 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം ആരംഭിക്കും. രാവിലെ 10 മണി മുതലാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 10 ജില്ലകളിലായി ഒരു കോർപ്പറേഷൻ വാർഡിലും 4 മുനിസിപ്പാലിറ്റി വാർഡുകളിലും 18 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 88 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്നും AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഒരുപക്ഷെ ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡവും ജനഹിത രീതിയും ഒക്കെ മറ്റൊന്നാണെങ്കിൽ പോലും 23 വാർഡുകൾ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെ ജനങ്ങളുടെ ഇപ്പോഴത്തെ സ്വഭാവം അറിയാൻ ഉപകരിക്കുന്ന ഒന്നാണ്. എറണാകുളം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 ഗ്രാമപഞ്ചായത്തുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ എടവനക്കാട് 11ാം വാർഡായിട്ടുള്ള നേതാജി ഇവിടെ 78.48% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അട്ടിമറിക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും സാധ്യതയില്ലാത്ത ഒരു ഗ്രാമപഞ്ചായത്താണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ LDF, UDF, NDA മുന്നണികളാണ് ഇവിടെ പ്രധാനമായും മത്സര രംഗത്തുള്ളത്. CPM-ലെ പ്രിൻസി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ കോൺഗ്രസിലെ ശാന്തി മുരളി, NDA പിന്തുണയുള്ള സ്മിത പയ്യപ്പിള്ളി എന്നിവരാണ് ഇവിടെ സ്ഥാനാർത്ഥികളായിട്ടുള്ളത്. ഇവിടെ CPM-ലെ റാണി രമേശിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് രാജിവെച്ചിരുന്നു. ഈ രാജിവെച്ച ഒഴിവിലേക്കാണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് ഭരണം ഇങ്ങനെയാണ്: UDF 9, LDF 4, NDA 1, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി 1. ഇത്തരത്തിലാണ് ഇവിടുത്തെ കക്ഷിനില. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ത് തന്നെയായാലും അത് പഞ്ചായത്ത് ഭരണത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല. പക്ഷെ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 14ാം വാർഡായിട്ടുള്ള കൽപ്പകനഗർ ഇവിടെ 78.52% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഇത് അല്പം അട്ടിമറി സാധ്യതയുള്ള ഒരു പഞ്ചായത്താണ്, ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ LDF, UDF സ്ഥാനാർത്ഥി സ്വാതി ശിവൻ, അതുപോലെ LDF-ന്റെ NS അർച്ചന, BJP സ്ഥാനാർത്ഥി നീതു ജയേഷ് എന്നിവരാണ് മത്സര രംഗത്തുള്ളത്. ഇവിടെ UDF ഭരണസമിതിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സന്ധ്യ നാരായണ പിള്ള വൈസ് പ്രസിഡന്റ് സ്ഥാനവും പഞ്ചായത്ത് അംഗത്വവും രാജിവെച്ചതിനെ തുടർന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പുണ്ടായത്. നിലവിൽ 19 അംഗ ഭരണസമിതിയിൽ ഇരു മുന്നണിയും 9 അംഗങ്ങൾ വീതമാണുള്ളത്. അതായത് UDF, LDF മുന്നണികൾക്ക് 9 വീത അംഗങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിൽ നറുക്കെടുപ്പിലൂടെ CPM-ലെ ശോഭാ ഭരതൻ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ UDF-ലെ PV കുഞ്ഞാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളത്. എന്തായാലും എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ നെടുമ്പാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇന്ന് വളരെ നിർണായകമായിട്ടുള്ളത്. അത് ഒരു പക്ഷേ പഞ്ചായത്ത് ഭരണത്തെയൊക്കെ തന്നെ അട്ടിമറിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അജിംഷാദ്.